അങ്ങനെ നമ്മൾ ചൂടിലേക്ക് ഇറങ്ങുകയാണ്. ഓഫീസിലോട്ട് പോകണ്ട ഒരു തിരക്കില്ല. അപ്പോൾ എന്തൊരു ചൂടടേ. പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ല കേട്ടാ. ഇന്നൊന്ന് നടക്കാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞ. ഇതാണ് ഞങ്ങളുടെ ഏരിയ താമസിക്കണേ. ഹലോ ഗൈസ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമാണ്. അങ്ങനെ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗായിട്ട് ഇന്നും കൂടി ഇറങ്ങുകയാണ്. ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയാ ശരിക്കും ഞാൻ വ്ളോഗൊക്കെ എടുക്കണത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഒരു ഫുഡ് ചാനലായിട്ടാണ്. ഫുഡ് ചാനൽ എന്ന് പറയുമ്പോൾ കുറച്ച് ചലഞ്ചസും കാര്യങ്ങളും. പിന്നെ വിചാരിച്ചു ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. പുതിയ ചാനലൊക്കെ ഇല്ലയോ, നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഫീൽഡാണ്. അപ്പം നമ്മളിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ്. മെയിൻ റോഡ് എത്തിയിരിക്കുകയാണ്. റെഡ് ലൈറ്റ് അവർക്ക് എത്തിയിട്ടില്ല, നമുക്ക് നടക്കാനുള്ള വഴി ആയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് നടക്കാൻ. ഈ ചൂടത്ത് അധികം നേരം നിൽക്കാനുള്ള ഇതൊന്നും വഴി. ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 14 നമ്പർ ബസ്സാണ്, ബ്ലൂ കളർ ബസ്, ഷാർജയിലെ ബസ്. ഇതാണ് അഡ്നോക്കിൻ്റെ തന്നെ സ്റ്റോർ. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വെള്ളവും തണ്ണിയും ഒക്കെ കിട്ടും. ഫ്രീ ആയിട്ടല്ല പൈസ കൊടുക്കണം. ഫുള്ള് വേർത്ത് ഗൈസ്. ഞാൻ ഒരു സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അഡ്നോക്ക് പെട്രോൾ പമ്പിൻ്റെ സ്റ്റോറായിട്ട് വരും. അതാണിത്. നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി ഇവിടോട്ട് കയറിയതാണ്. ഇവിടെ ഇരിക്കാൻ പറ്റും, ഞാൻ ഇരിക്കുന്നതാണ്. ഇതുവരെ പറഞ്ഞു വിട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ വന്നിരിക്കുന്നത്. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാണക്കേടായി. ഇറങ്ങി പോകാൻ പറയത്തില്ലായിരിക്കും അല്ലേ. എപ്പം ബസ് വരുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ബസ് എത്തുകയും ബസ്സിൽ കയറി പോകണം. നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനത്തെ കാർഡാണ്. ഈ 6 dirhams മാത്രം ചാർജ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു ഗ്രേ കളർ കാർഡ് ഉണ്ട്, ഞാൻ കാണിക്കാം. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് റീചാർജ് ചെയ്യാം. നമ്മളെ മൊബൈലിലൊക്കെ 1 month ഡേറ്റ ചാർജ് ചെയ്യത്തില്ല, 1 GB ഓരോ ദിവസം കിട്ടുന്നത്. പക്ഷേ അതുപോലെയല്ല, ഇതിൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഒരു ദിവസം 1 month ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള കാർഡാണ്. 230 dirhams ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് നമ്മുടെ ബസ്. അറബികളൊക്കെ നിൽക്കുന്നു. ഷാർജ കുറച്ച് ഒതുങ്ങിയ ഏരിയയാണ് ഗൈസ്. കൂടുതലും മലയാളികൾ ഇവിടെയാണ് വരാറ് താമസിക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ. അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് റോള ബസ് സ്റ്റേഷൻ. നമ്മൾ അവിടെയാണ് വന്ന് ഇറങ്ങിയ. ബസ് ഇറങ്ങി ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലം എത്തും. നമ്മൾ ഓഫീസ് ഏരിയ എത്തിയിരിക്കുകയാണ്. പുറത്ത് ബസ് അത് ചൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് നമ്മൾ തണലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്യൂരിറ്റിക്ക് അലുവ കൊടുത്തിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് ഞാൻ വന്നതായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി കയറിയിരിക്കുകയാണ്. ഹലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് ഉച്ച വരെ ഉള്ളായിരുന്നു. ഇന്ന് സാറ്റർഡേ ഉണ്ട്. സാറ്റർഡേ എല്ലാം ഉച്ച വരെ ഉള്ളൂ. ഇനിയും വീട്ടിൽ ചെല്ലുക, ഫുഡ് അടിക്കുക. ഈ വ്ളോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ശയ്യൊക്കെ. അപ്പം ക്രൗഡിലോട്ടൊക്കെ കയറുമ്പോൾ കുറച്ച് സീനാണ്. സെറ്റാവുന്ന പ്രതീക്ഷിക്കുന്നു. സെറ്റാവണമല്ലോ. പതുക്കെ ഞാൻ ഫുഡിൻ്റെയൊക്കെ വ്ളോഗിലോട്ടൊക്കെ കയറും. പിന്നെ കുറെ മലയാളികൾക്കൊക്കെ ചലഞ്ചസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്താണ് ക്ലിക്ക് ആവുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് സെറ്റാക്കാം. അപ്പം ബൈ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ കഴിഞ്ഞു.
ഉച്ചയായോണ്ട് നല്ല ചൂടായിട്ട് വലിയ ചൂടാണ്. ഇനി അവിടെ വരെ റൂം വരെ എങ്ങനെ നടക്കുമെന്ന് ആലോചിക്കണം. അപ്പം പണി നടക്കുവാണ് ഗൈസ്. കണ്ട ഫുള്ള് റോഡ് പൊളിച്ച് പണിയാന്ന് തോന്നുന്നു. ആദ്യം മുതൽ ഫുള്ള് അങ്ങ് വരെയും പൊളിച്ചിട്ടേക്കുക, വളവ് വരെ.